പ്രവാചകരുടെ തിരുപ്പിറവിയെ ഓർത്ത് പ്രപഞ്ചം പുഞ്ചിരിച്ചിട്ടുണ്ട്. പക്ഷേ ആ പുഞ്ചിരികൾക്കിടയിൽ കണ്ണുനീർ ധാരകളായി ഉതിർന്നു വീഴുന്നുമുണ്ട്. മാലോകരാകെ പാടി പുകഴ്ത്തുമ്പോഴും കുഞ്ഞുടുപ്പുകളണിഞ്ഞ് കുരുന്നുകൾ പോലും മർഹബ പാടുമ്പോഴും അങ്ങകലെ ഒരു ഗ്രാമം മൃതശരീരങ്ങൾക്കും വെടിയുണ്ടുകൾക്കും ഇടയിൽ നിന്ന് പ്രവാചകന് തൊലഹൽ ബദർ പാടാൻ മറന്നിട്ടില്ല. പല സഹായത്തിന് യാചിക്കുന്ന കൈകൾ ഏറെ തുണയിട്ടും അതിനെ ചേർത്ത് പിടിക്കാൻ ലോകത്ത് ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടുപോയ ഗസ്സ എന്ന നഗരമാണത്. നരഭോജികൾ നരകത്തിന്റെ വാതിൽ തുറന്നിട്ടെങ്കിലും സ്വർഗം അകലെ കാണുന്ന മനുഷ്യരുടെ നാട്. 10,000 ഷഹീദിന്റെ കഫൻ പുടയണിഞ്ഞ് സ്വർഗലോകത്തേക്ക് യാത്രയായ മണ്ണ്. കണ്ണുനീർ വറ്റിയ കണ്ണുകളുമായി കരയാൻ പോലും മറന്നുപോയ ഒരു ജനത വസിക്കുന്ന മണ്ണ്. എല്ലാം നഷ്ടപ്പെട്ട ആ മനുഷ്യർക്കിടയിൽ ഇന്ന് വിശപ്പല്ലാതെ മറ്റൊരു വികാരങ്ങളുമില്ല. സൗഹൃദമോ അയൽപ്പക്ക ബന്ധമോ ഇല്ല. സ്വന്തം രക്തബന്ധം പോലും ഇസ്രായേലിന്റെ മിസൈലുകളേറ്റ് അറ്റുപോയിരിക്കുന്നു. ഒരു ചപ്പാത്തി കഷ്ണത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് അവർക്കിടയിൽ പലപ്പോഴും. അതിൽ കയ്യൂക്കുള്ളവൻ അതിശയിക്കും, അല്ലാത്തവന് മരണമാണ് വിധി. മാതാപിതാക്കൾ തനിച്ചാക്കിപ്പോയ തന്റെ കുഞ്ഞു പെങ്ങൾക്ക് വായിൽ വെക്കാൻ ഒരു അപ്പക്കഷ്ണം തേടി വിഷമുട്ടിയ വയറുമായി ആ കുരുന്നു ബാലൻ രാവിലെ ടെന്റ് വിട്ടിറങ്ങും. തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ലാതെ. വിശപ്പല്ലാതെ മറ്റൊന്നും ഓർമ്മകളിലേ ഇല്ലാത്ത ഒരു നാട്. തീബോംബുകളെയോ വെടിയുണ്ടകളെയോ അവർക്ക് ഓർക്കാൻ പോലും ഇന്ന് സമയമില്ല. നവജാത ശിശുവിന്റെ ചുണ്ടത്തേക്ക് ചുരുത്താൻ അമ്മയുടെ മാറിടത്തിൽ ഒരിറ്റു മുലപ്പാൽ പോലുമില്ലാത്ത നാട്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ കാലത്തും മിസൈലുകൾ അവർക്ക് നേരെ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശക്തി കൊണ്ട് പ്രതിരോധിക്കാൻ നമുക്ക് ശേഷിയില്ലെങ്കിലും പ്രാർത്ഥനയുടെ കരങ്ങൾ നമുക്ക് നാദിരിലേക്ക് ഉയർത്താം. ഒരിക്കലെങ്കിലും നമ്മൾ ഒന്ന് വിതുമ്പണം. നമ്മുടെ കൽബ് പിടക്കണം, കണ്ണുകൾ കലങ്ങണം. അതെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരു മുസ്ലിം മാത്രമല്ല, ഒരു മനുഷ്യനല്ലാതായി പോകും. ഈ പുണ്യ റബീഇന്റെ വസന്തം പിറന്ന സന്തോഷത്തിലും നമ്മൾ കരയുന്ന കണ്ണുകളുമായി ഗാസയെ ചേർത്ത് പിടിക്കുകയാണ്. ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഈ ഓഡിയോ സന്ദേശം കേൾക്കുന്ന ഈ സമയത്ത് ഒരൽപ്പസമയം നമുക്ക് എഴുന്നേറ്റ് നിന്ന് മൗനമായി ആത്മാർത്ഥമായി നാഥനിലേക്ക് കരങ്ങളുയർത്തി പ്രാർത്ഥിക്കാം.